ഷോജിയുടെ അഭിപ്രായം എന്താണേലും ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ല പ്രസിഡന്റ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആകെ 3 ജനസീറ്റ് മാത്രമേ നമ്മുടെ പാർട്ടിക്കുള്ളൂ. അതിൽ 4ാം വാർഡും 6ാം വാർഡും നമ്മൾ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ 4ാം വാർഡിൽ എൻ്റെ വീട്ടിലിരിക്കണം. അതുകൊണ്ട് ആ സീറ്റ് എനിക്ക് വേണം. കഴിഞ്ഞ 2 തവണയും തോറ്റ ആളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും സാധ്യതയുള്ള 6ാം വാർഡ് എനിക്ക് തരണം. ഒരു ആരോഗ്യപരമായ ചർച്ചയാണ് നമ്മളിവിടെ നടത്തേണ്ടത്. ഷോജി മണ്ണാങ്കുഴി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള അയാളുടെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് ഈ പറയുന്ന 4ാം വാർഡ്. അയാളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. ഓ, അതിന് ഈ ഷോജി മണ്ണാങ്കുഴി എവിടെ പോയി കിടക്കുക? പ്രസിഡന്റേ. ആ ഷോജി, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. എന്നാ ഷോജിയുടെ അഭിപ്രായം? 4ാം വാർഡ് എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ, ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ്. ആ സീറ്റ് രാഹുൽ കൈപ്പള്ളിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ 6ാം വാർഡും 7ാം വാർഡും അതിലെന്തെങ്കിലും ജയസാധ്യതയുള്ളത് 6ാം വാർഡിലാണ്. കഴിഞ്ഞ 2 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ തോമസ് തെക്കേപ്പള്ളിക്ക് ആ സീറ്റ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആർക്കും വേണ്ടാത്ത 7ാം വാർഡാണ്. ഞാൻ അവിടെ അങ്ങനെ മത്സരിച്ചോളാം പ്രസിഡന്റേ. എന്നാ ഞാനങ്ങോട്ട് പോയിക്കോണേ. ആ ശരി എന്നാ. ഹലോ, കോൺട്രാക്ടർ കലുങ്ക് കാണാൻ ചേട്ടാ, ഞാൻ ഷോജി മണ്ണാങ്കുഴി. ധാരാളം വികസന പ്രവർത്തനങ്ങൾ 4ാം വാർഡിൽ ചെയ്തൊരു മെമ്പറാണ്. ഈ വാർഡിൽ ടാറിംഗ് റോഡൊന്നുമില്ലേ? നോക്ക് ബ്രോ, ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ. ജനാധിപത്യ രാജ്യത്ത് കേവലം ജനങ്ങളുടെ അടിസ്ഥാനപരമായ സൗകര്യം പോലും ചെയ്തു കൊടുക്കാത്ത ഭരണകൂടം. അതിൽ ലജ്ജിക്കുന്ന ഒരു സമ്മതിദായകനാണ്. പക്ഷേ ഈ തവണ നോക്കിയോ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ ഞാൻ ടാർ ചെയ്തു തന്നാ കൊള്ളാം. 5-6 കിലോമീറ്റർ ഉണ്ട്. 5 × 3 15 ലക്ഷം. 5 ലക്ഷത്തിന് തീർത്തിട്ട് 10 ലക്ഷം പോക്കറ്റില്ല. ചേച്ചി, ഈ വാർഡിൽ കുടിവെള്ള പദ്ധതി ഒന്നും അങ്ങനെ ഇല്ലല്ലേ? ഈ ടാങ്ക് മാത്രമേ ഇവിടെ ഉള്ളൂ, പൈപ്പ് കണക്ഷനും ഒന്നുമില്ല. നമ്മളിപ്പോഴും ഈ വെള്ളം ചുമട് തന്നെ. ചേച്ചി, ഞാൻ ഷോജി മണ്ണാങ്കുഴി 4ാം വാർഡ്. അപ്പോൾ പദ്ധതി മാത്രമേ ഉള്ളൂ, പൈപ്പ് കണക്ഷൻ ഇല്ല. 10 ലക്ഷത്തിൻ്റെ പൈപ്പിടൽ പദ്ധതി 3 ലക്ഷത്തിൽ തീർക്കുന്നു, 7 ലക്ഷം പോക്കറ്റില്ല. അപ്പോൾ എല്ലാം അറിയാലോ, കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥിരം അക്കൗണ്ടിലേക്ക് ഇതുകൊണ്ടൊന്നും തികയില്ല. ആനന്ദകൃഷ്ണനോട് പറഞ്ഞ് ഈ വാർഡിലെ മുഴുവൻ ചേച്ചിമാരെയും ആ സ്കൂട്ടർ പദ്ധതിയിൽ ഒന്ന് ചേർക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്.